ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഹ്യൂമനോയിഡ് റോബോട്ടായ ഒപ്റ്റിമസ് നിലവിൽ വീഡിയോകൾ കാണുകയാണെന്ന് നിർമ്മാതാക്കളായ ടെസ്ല. ഇത് ഒപ്റ്റിമസിനെ ഒരു മനുഷ്യൻ പരിശീലനം നേടുന്നതുപോലെ പ്രവർത്തിക്കാൻ കൂടുതൽ പ്രാപ്തമാക്കുന്നു. വീഡിയോകൾ കണ്ട് മനുഷ്യൻ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ഒപ്റ്റിമിസ് റോബോട്ട് പുതിയ ജോലികൾ പഠിക്കുകയാണെന്നാണ് ഇലോൺ മസ്കിന്റെ ടെസ്ല പറയുന്നത്. റോബോട്ടുകളെ പ്രോഗ്രാം ചെയ്യുന്ന പഴയ രീതിയിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണിത്. പുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ റോബോട്ടിന് കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇതിലൂടെ വാക്യൂം ക്ലീനിംഗ്, സാധനങ്ങൾ തരംതിരിക്കുക, ഭക്ഷണം ഇളക്കുക, മാലിന്യം പുറത്തു കളയുക തുടങ്ങിയ ജോലികൾ ചെയ്യാൻ റോബോട്ടിനെ പ്രാപ്തമാക്കി കഴിഞ്ഞുവെന്ന് ടെസ്ലയിലെ എഞ്ചിനീയറിംഗ് ലീഡ് മിലൻ കോവാക്ക് പറയുന്നു. ഓരോ ജോലിക്കും ഒപ്റ്റിമസിന് ഇനി വിശദമായ പ്രോഗ്രാമിംഗ് ആവശ്യമില്ല. പകരം മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ പകർത്താനും ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ടെക്സ്റ്റിലൂടെ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശം മനസ്സിലാക്കാനും ഇത് കഴിയും. ശരിയായ വീഡിയോകൾ കാണിച്ചാൽ ഒപ്റ്റിമസിന് ഏത് കാര്യവും വളരെ വേഗത്തിൽ പഠിക്കാൻ കഴിയുമെന്നും അത് ഒപ്റ്റിമസിന് ടാസ്ക് എക്സ്റ്റൻസിബിലിറ്റി നൽകുമെന്നാണ് ടെസ്ല വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI ചാറ്റ്ബോട്ടിൻ്റെ ഏറ്റവും പുതിയ വകഭേദമായ GPT-5 പുറത്തിറക്കി OpenAI. ബിസിനസ്സുകളിൽ AI സംയോജിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ബിസിനസ്സുകളിൽ AI സംയോജിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് പുതിയ മോഡലെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. GPT-5 കൂടുതൽ മികച്ചതും വേഗമേറിയതും തെറ്റുകൾ വരുത്താനുള്ള സാധ്യത കുറഞ്ഞതുമാണെന്ന് പുറത്തിറക്കൽ ചടങ്ങിൽ സംസാരിക്കവേ OpenAI CEO സാം ആൾട്ട്മാൻ പറഞ്ഞു. GPT-3 ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നതുപോലെയും GPT-4 ഒരു കോളേജ് വിദ്യാർത്ഥിയോട് സംസാരിക്കുന്നതുപോലെയും ആയിരുന്നു എന്നാണ് ആൾട്ട്മാൻ പറയുന്നത്. എന്നാൽ GPT-5 ഒരു PhD തലത്തിലുള്ള വിദഗ്ധനുമായി സംസാരിക്കുന്നതിന് സമാനമായ അനുഭവമാണ് നൽകുന്നതെന്നും ആൾട്ട്മാൻ പറയുന്നു. കൃത്യത, വേഗം, യുക്തി, സന്ദർഭം തിരിച്ചറിയൽ, പ്രശ്നപരിഹാരം എന്നിവയിൽ GPT-5 വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നു. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഇതിന്റെ പൂർണ്ണമായ കഴിവുകൾ പ്രകടമാകുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. മൈക്രോസോഫ്റ്റിന്റെ പിന്തുണയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പാണ് OpenAI. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒരൊറ്റ ചാർജിൽ 175 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന EV റോർ EC പുറത്തിറക്കി. ഇന്ത്യയിലെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ രംഗത്ത് ശക്തമായി കടന്നുവരികയാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് ഒബേൻ ഇലക്ട്രിക്. റോർ EC എന്നിങ്ങനെ 2 മോഡൽ ബൈക്കുകൾ ഒബേൻ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തങ്ങളുടെ പുത്തൻ മോഡലായ റോർ EC ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ പുറത്തിറക്കിയിരിക്കുകയാണ് കമ്പനി. ബുധനാഴ്ചയാണ് കമ്പനി പുത്തൻ EV റോർ EC ഔദ്യോഗികമായി വിപണിയിലെത്തിച്ചത്. ഇന്ത്യയിലെ റോഡുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് ഉതകുന്നതാണ് റോർ ECയുടെ ഡിസൈൻ. ഗിയർലെസ് റൈഡിംഗ്, കുറഞ്ഞ ചൂടും നഗരസവാരിക്ക് അനുയോജ്യമായ റോർ ECയുടെ പരമാവധി വേഗത 95 കിലോമീറ്ററാണ്. ഒറ്റ ചാർജിൽ 175 കിലോമീറ്റർ വരെ റേഞ്ച് റോർ ECക്കുണ്ട്. ചാർജിങ്ങിന്റെ കാര്യത്തിൽ 45 മിനിറ്റ് കൊണ്ട് 80% വരെ ചാർജാകും. ഹൈ പെർഫോമൻസ് LBFP ബാറ്ററിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവയേക്കാൾ 50% കൂടുതൽ ബാറ്ററി ലൈഫുണ്ട്. നിലവിൽ റോർ EC 2.6 കിലോവാട്ട്, 3.4 കിലോവാട്ട്, 4.4 കിലോവാട്ട് എന്നിങ്ങനെ 3 വേരിയന്റുകളിൽ ലഭ്യമാണ്. ഇവയ്ക്ക് യഥാക്രമം 99,999 രൂപ, 1,19,999 രൂപ, 1,29,999 രൂപ എന്നിങ്ങനെയാണ് എക്സ് ഷോറൂം വില വരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദീർഘനേരം ചാറ്റ് ചെയ്യുമ്പോൾ ഇടവേളകൾ എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഫീച്ചറുമായി OpenAI ഉപയോക്താക്കളുടെ മാനസിക ആരോഗ്യം മുൻനിർത്തിയാണ് പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നത്. മണിക്കൂറുകളോളമാണ് ChatGPT ആളുകൾ ചെലവഴിക്കുന്നത്. ഇത് അവരുടെ സ്ക്രീൻ സമയം വർദ്ധിപ്പിക്കുകയും മാനസികാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ChatGPTക്കായി മാനസികാരോഗ്യ കേന്ദ്രീകൃതമായ പുതിയ ഫീച്ചറുകൾ പുറത്തിറക്കാൻ പോവുകയാണ് OpenAI. ഉപഭോക്താക്കൾക്ക് ഇടവേളകൾ എടുക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഇതിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ഉപഭോക്താക്കളും AIയും തമ്മിൽ ആരോഗ്യകരമായ ബന്ധം നിലനിർത്താൻ ഇത് സഹായിക്കുമെന്നാണ് OpenAIയുടെ പ്രതീക്ഷ. മാനസികാരോഗ്യം കണക്കിലെടുത്താണ് സവിശേഷ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും കമ്പനി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.